ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ഒരു പുതിയ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടു പരിചയിച്ച മുദ്രപത്രങ്ങൾ അവ ഇനി അപ്രത്യക്ഷമാവുകയാണ്. അതിനു പകരം ഓൺലൈൻ ഡിജിറ്റൽ പത്രങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്. നിലവിൽ ഡിജിറ്റൽ പത്രങ്ങൾ വന്നു കഴിഞ്ഞു. വരുന്ന 2025 മാർച്ച് 31 വരെ ഈ പത്രങ്ങൾക്ക് വാല്യൂ ഉണ്ട്. അതിനുശേഷം ഈ പത്രങ്ങൾക്ക് വാല്യൂ ഇല്ലാതാകും. പിന്നീട് അങ്ങോട്ട് ഡിജിറ്റൽ ഓൺലൈൻ പത്രങ്ങൾ മാത്രമാണ് ഉള്ളത്. നമ്മൾ സാധാരണ മുദ്രപത്രം വാങ്ങുന്ന ഇടങ്ങളിലെല്ലാം ഇവ കിട്ടുകയും ചെയ്യും. അവിടെ നമ്മൾ ചെന്ന് നമ്മളുടെ ഒന്നാം കക്ഷിയുടെയും, അതായത് നമ്മളുടെ പേരും, നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത് ആ ഓഫീസിൻ്റെ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരോ കൊടുത്ത് നമ്മളുടെ ഫോൺ നമ്പറും കൊടുത്താൽ നമുക്ക് ഫീസ് അടച്ച് നമ്മളുടെ നമ്പറിലേക്ക് ഒരു OTP വരും. ആ നമ്പർ OTP നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് പത്രം ലഭിക്കുന്നതാണ്. ഇതാണ് പുതിയ ഓൺലൈൻ പത്രങ്ങളുടെ രീതി. എത്ര രൂപയുടെ പത്രങ്ങളാണോ അത്രയും രൂപയുടെ പത്രങ്ങൾ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ കേരളം വീണ്ടും ഡിജിറ്റൽ രംഗത്ത് ഒന്നാമതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഈ പത്രങ്ങളും ഈ ഓഫീസുകളും അങ്ങനെ ഓൺലൈനായി എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പേ കുതിക്കുകയാണ്. ഈ കാണുന്നതാണ് ഡിജിറ്റൽ പത്രങ്ങൾ. ഡിജിറ്റൽ പത്രങ്ങളുടെ പ്രത്യേകത ഒരു തരത്തിലും കൃത്രിമം കാണിക്കാൻ കഴിയില്ല. കാരണം പത്രങ്ങളിലെമ്പാടും നമ്മൾ വാങ്ങുന്നയാളിൻ്റെ പേര് പ്രിൻ്റ് ചെയ്ത് പത്രങ്ങളിൽ സൈലൻ്റായി ഈ കാണുന്ന തരത്തിൽ ഫുള്ളായി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഒരിടത്തും ഈ പത്രങ്ങളിലൊന്നും ഒരു തിരുത്തോ മറ്റു കാര്യങ്ങളോ നടത്തുവാൻ കഴിയില്ല. അത്രമാത്രം നിയമപരമായ രീതിയിലാണ് ഈ പത്രങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുതിയൊരു യുഗത്തിലേക്ക് നമ്മൾ മുദ്രപത്രത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും അറിവിലേക്കായി ഞാനിത് സമർപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇത്തരത്തിലിടുന്ന ഓരോ വീഡിയോകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഡിജിറ്റൽ പത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ചില അറിവുകൾ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാണുന്ന പത്രങ്ങൾ ഇനി അങ്ങോട്ടുള്ള പുതിയ യുഗത്തിൽ നമ്മൾ ഇത്തരത്തിൽ പത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.